അപ്പൂനെയും അവർക്കൊന്ന് കാണണമെന്ന് പറഞ്ഞിരിക്കുക. ഇവിടെ ഉണ്ടോ? അമല ഇന്ന് ലീവാ. ഒരു കാര്യം ചെയ്യാം, ഞാൻ അമലയുടെ നമ്പർ തരാം, അപ്പു വിളിച്ചാൽ മതി. അപ്പുവിനെ കുറിച്ചെല്ലാം അമലയ്ക്ക് അറിയാം. ശരി അങ്കിൾ, ഞാൻ സെൻഡ് ചെയ്തേക്കാം. പിന്നെ എന്തൊക്കെയാ വിശേഷങ്ങൾ? പ്രത്യേകിച്ചൊന്നും ഇല്ല അങ്കിൾ. എൻഗേജ്മെന്റിന് ഞങ്ങളെയൊന്നും വിളിക്കുന്നില്ലേ? അതിപ്പോ ഞാൻ വിളിച്ചിട്ട് വേണ്ടല്ലോ നിങ്ങൾക്ക് വരാൻ. ആന്റിയും ആണോ ഒന്ന് എത്തിക്കോട്ടെ, ഞാൻ വരുന്നുണ്ട് വീട്ടിലോട്ട്. ശരി ശരി, ആയിക്കോട്ടെ. എന്നാ ഞാൻ പോയിക്കോട്ടെ അങ്കിൾ. ഓക്കെ, ശരി. എന്റെ കർത്താവേ, എന്നാ കോലമാടാ മുടിയാൻ പറഞ്ഞവനെ ഇത്. ഇവിടെ ഉള്ളവരാരും നേരത്തും കാലത്തൊന്നും തരുന്നില്ലേ? ചാച്ചൻ എന്റെ കോലം കണ്ട് സങ്കടം ബോധിപ്പിക്കാനാണോ വന്നത്? എന്തൊക്കെയായിരുന്നു എന്നോട് പറഞ്ഞത്? ഒരു ദിവസം ജയിലിൽ കിടന്നാൽ മതി, പിറ്റേ ദിവസം ജാമ്യം പുഴുങ്ങി തരാം. എന്നിട്ടിപ്പോ എന്തായി? ഇതിനകത്തൊന്ന് കിടക്കാൻ തുടങ്ങിട്ടെ 10-14 ദിവസമായി. അറിയാവിടാ മക്കളെ, അറിയാം. നിങ്ങളെ ഇതിനകത്ത് ഇട്ടേച്ച് ഈ ഫിലിപ്പോസ് പുറത്ത് സൂചിച്ച് നടക്കുകയാണെന്നാണോ വിചാരിച്ചേ? നാളെ കഴിഞ്ഞ് മറ്റന്നാ നിങ്ങളുടെ ജാമ്യാപേക്ഷ കോടതി വീണ്ടും പരിഗണിക്കാനിരിക്കുന്ന ദിവസമാ. ഓ, പരിഗണിച്ചിട്ടിപ്പോ എന്നാത്തിന്? വീണ്ടും അന്വേഷണം തീർന്നിടം വരെ ഇങ്ങോട്ട് തന്നെ അല്ലേ വരേണ്ടത്? ഇല്ലടാ മക്കളെ, ഇത്തവണ ഞാൻ നിങ്ങളെ ഇങ്ങോട്ട് പറഞ്ഞു വിടുകയില്ല. അത് ഫിലിപ്പോസിന്റെ വാക്കാ. ഒന്ന് പോ ചാച്ച, ഇതൊക്കെ ഇതിനു മുമ്പും കുറെ കേട്ടിട്ടുണ്ട്. എന്നാ ഇതുവരെ കേട്ടതുപോലെ അല്ല എന്ന് നീയും നിന്റെ കൂട്ടുകാരനും ഉറപ്പിച്ചോ? ഇത്തവണ നിങ്ങൾക്ക് ജാമ്യം കിട്ടിയിരിക്കും. ഉള്ളത് പറയാലോ, ചാച്ചന്റെ ഈ തള്ളില് എനിക്ക് എത്ര വിശ്വാസം പോരാ. ആ നന്ദകുമാർ ഈ കേസിൽ കക്ഷിയായിട്ടുള്ളിടത്തോളം കാലം ഉടനെയൊന്നും ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റുമെന്ന് എനിക്ക് വരുന്നും വലിയ പ്രതീക്ഷയൊന്നുമില്ല. അവൻ ആ കേസിൽ കക്ഷിയായിട്ടുണ്ടെങ്കിലല്ലേ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റാതെ ഉള്ളൂ. ഇത്തവണ അവൻ കോടതി വരാതിരിക്കാനുള്ള പരിപാടികളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. നേരാടാ മോനെ, അവനോട് മാനവും മര്യാദയ്ക്കും കേസിൽ നിന്ന് പിന്മാറണമെന്ന് ഞാൻ കാല് പിടിച്ച് പറഞ്ഞതാ. പക്ഷെ അവൻ ഒരേ വാശി, ജീവനുണ്ടെങ്കിൽ നിങ്ങളെ പുറത്തിറങ്ങാൻ സമ്മതിക്കൂലെന്നാ അവൻ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞത്. അങ്ങനാണെങ്കിൽ അവന്റെ ജീവൻ എടുക്കാമെന്ന് ഞാൻ അങ്ങ് വിചാരിച്ചു. എല്ലാം പറഞ്ഞ് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. നീ നോക്കിക്കോ, ഇത്തവണ അവൻ കോടതിയിൽ കാലുകുത്തേല എന്നു മാത്രമല്ല, അവന്റെ കുഴിമാടത്തിൽ ഒരു പിടി മണ്ണ് വാരിയിട്ടിട്ടേ ഈ ഫിലിപ്പോസ് നിങ്ങളെ ഇറക്കാൻ കോടതിയിൽ വരികയുള്ളൂ. ചാച്ചാ, കൂടുതൽ കുഴപ്പത്തിനൊന്നും പോവല്ലേ? നീയൊന്നും പിടയ്ക്കാതിരിക്കടാ. കൂട്ടുകാരനോട് പോയി പറഞ്ഞേക്ക് സമാധാനമായിട്ടിരിക്കാൻ. ഇനിയിപ്പം ജാമ്യം കിട്ടിയാലേ അവനും ഇതൊക്കെ വിശ്വസിക്കത്തുള്ളൂ. എന്നാ പിന്നെ അന്നതെങ്ങ് വിശ്വസിച്ചാ മതി. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, കോടതിയിൽ ഹാജരാക്കുന്നതിന്റെ അന്ന് ഒന്ന് അടിച്ചു നനച്ച് വൃത്തിയായിട്ട് വേണം വരാൻ. കണ്ടാ കൊള്ളാവുന്ന കുടുംബത്തിലെ കൊച്ചുങ്ങളാണെന്ന് ജഡ്ജിക്ക് കൂടെ ഒന്ന് തോന്നട്ടെ. നിന്റെ കൂട്ടുകാരനോട് കൂടി ഒന്ന് പറഞ്ഞേക്ക്. പിന്നെ നിങ്ങൾക്കുള്ള ഡ്രസ്സൊക്കെ വാർഡനെ ഏൽപ്പിച്ചിട്ടുണ്ട്, അതൊക്കെ ഇട്ട് നല്ല മെനയ്ക്ക് വേണം വരാൻ. മതി മതി, സമയമായി. ഒന്ന് പിടയ്ക്കാതെ സാറേ, കുറച്ച് നാളുകൾ കൂടി കാണുന്നതാ. ഇപ്പൊ പോയേക്കാം, സാറ് ചെന്നാട്ടെ. അതിനിടയ്ക്ക് അയാളുടെ ഒരു മണി. അതെ, സ്പെഷ്യലായിട്ട് നിനക്ക് എന്തെങ്കിലും തരാൻ ഞാൻ വാർഡനോട് പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള കൈമണി ഞാൻ അയാളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇത്രയും സഹിച്ചില്ലേടാ മോനെ, ഇനി ഒരു 2 ദിവസം കൂടി, അത് കഴിഞ്ഞാൽ നിങ്ങളെ ഞാൻ അങ്ങ് ഇറക്കത്തില്ലയോ? എന്നാ ഞാൻ പോട്ടേടാ, നീ വിഷമിക്കാതിരി. ചെന്ന് വയറ് നിറച്ച് വല്ലതും കഴിക്കാൻ നോക്ക്. ശരി ചാച്ച. എത്തിയോ? എന്ത് പറയുന്നു നിന്റെ ചാച്ചൻ? ചാച്ചൻ ഭയങ്കര ആവേശത്തിലാ മോനെ. ഇത്തവണ ഉറപ്പായിട്ട് നമുക്ക് ബെയിൽ കിട്ടുമെന്നാ ചാച്ചൻ പറയുന്നത്. ഓ പിന്നെ കേട്ടിട്ടുണ്ട്. ഇതുപോലെ നിന്റെ തന്തപ്പടിയുടെ തള്ളു കുറേ കേട്ടതാ. ഒടുക്ക എന്തായി? ഇവിടെ വന്നിങ്ങനെ കണ്ട ലോക്കൽ ക്രിമിനൽസിനെയും കമ്പനി അടിച്ച് കൊതുവിന്റെ മൂട്ടയുടെയും കടികൊണ്ട് കാലം കഴിക്കാനാ യോഗം. നീ ഇങ്ങനെ നെഗറ്റീവ് അടിക്കല്ലേ മോനെ. ചാച്ചന് ആദ്യം കാര്യങ്ങൾ കൈവിട്ട് പോയെങ്കിലും ഇത്തവണ പുള്ളിക്കാരൻ 100% കോൺഫിഡൻസിലാണ്. വക്കീലിന് അന്ത്യകൂദാശ നടത്തിയിട്ടാണെങ്കിലും ജാമ്യം സംഘടിപ്പിക്കുന്ന ചാച്ചൻ ഉറപ്പ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അന്ത്യകൂദാശ ഇത് വല്ല നടക്കുന്ന കാര്യമാണോ? അങ്ങേര് വിചാരിച്ച ഒരു മണ്ണങ്ങട്ടെ നടക്കാൻ പോകുന്നില്ല. നീ അങ്ങനെ ചാച്ചനെ കൊച്ചാക്കല്ലേ. പുള്ളിക്കാരൻ രണ്ടും കൽപ്പിച്ചിറങ്ങിയ പിന്നെ കാര്യം കണ്ടേ അടങ്ങൂ.
ഇത്തവണ പുള്ളി ശരിക്കും കരുതിക്കൂട്ടി തന്നെയാ. ഓക്കെ ശരി, ഒടുക്കം സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കാതിരുന്നാൽ മതി. ആ വക്കീൽ ഉള്ളിടത്തോളം കാലം നമുക്ക് ഈ കേസിൽ നൂരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അയാൾ അത്രയ്ക്ക് സ്ട്രോങ് ആണെന്ന് അറിഞ്ഞിരുന്നേ നമുക്ക് ആ പുലിവാല് പിടിക്കാൻ പോകണ്ടായിരുന്നു. അതെങ്ങനെയാ നിന്റെ ഒടുക്കത്തെ ആർത്തി കൊണ്ടല്ലേ ഇതൊക്കെ ഇങ്ങനെയായി തീർന്നത്? അതേടാ, ഇനി എന്റെ തലയിലോട്ട് കയറിക്കോ. കാര്യം ഞാൻ അവളെ കണ്ട് മോഹിച്ചു എന്നുള്ളത് ശരിയാ. എന്നാലും നിനക്കായിരുന്നല്ലോ അപ്പൂനെയും മാളുവിനെയും പാഠം പഠിപ്പിക്കണമെന്നുള്ള വാശി. എന്നിട്ട് അതൊട്ട് നടന്നോ? അതുമില്ല. ഒടുക്കം നമ്മൾ അഴി എണ്ണേണ്ടി വന്നു. നീ നോക്കിക്കോ സാമേ, മറ്റന്നാൾ കൂടി ഞാൻ ക്ഷമിക്കും. അന്ന് നമുക്ക് ജാമ്യം കിട്ടിയില്ലെങ്കിൽ പിന്നെ എല്ലാ വിളുമാരുടെയും കഷ്ടകാലോ. ഇതിനുള്ളിൽ കിടന്നോണ്ട് അവറ്റകളെ ഞാൻ ഇല്ലാണ്ടാക്കും. അതിനുള്ള വഴിയൊക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. അരുണേ, നീ ആവശ്യമില്ലാതെ എടുത്തു കാണണ്ട. നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ അണലി ഷമീർ എന്നോട് പറഞ്ഞു. നീ അവർക്ക് കൊട്ടേഷൻ കൊടുക്കാൻ വരട്ടെ. വക്കീലിന്റെ കാര്യം ചാച്ചനേറ്റെന്ന് ഞാൻ പറഞ്ഞില്ലേ, പിന്നെന്താ? ആ, അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ അണലിയായിട്ട് ഡീൽ ഉറപ്പിക്കുന്നത്. ഇല്ലടാ, അത് വേണ്ടി വരില്ല. അതിനു മുമ്പ് വക്കീലിന്റെ കാര്യം ചാച്ച നോക്കിക്കോളൂ. ഇത്തവണ ചാച്ചന് പിഴക്കില്ല, നീ നോക്കിക്കോ. ഡാ മതിയടാ കാറ്റുകൊണ്ടത്. പോയി കൂട്ടിക്കയറാൻ നോക്ക്. രണ്ടെണ്ണത്തിൻ്റെ ഡ്രസ്സ് സെല്ലിൽ കൊണ്ട് വച്ചിട്ടുണ്ട്. ഡ്രസ്സ് മാത്രമേ ഉള്ളൂ സാറേ, വേറൊന്നുമില്ലേ? ആ, വേറെ ഒന്നുമില്ല. ചെല്ല്. വാടാ. ഹായ് മാഡം, ഞാൻ അപ്പു. ഹലോ, ഞാൻ അമല. ഇരിക്കൂ. അപ്പു ഒന്ന് ഓഫീസിൽ പോയിരുന്നല്ലേ? അതെ, അവിടെ ചെന്നപ്പോഴാ മാഡം ഒന്ന് ലീവാണെന്ന് മുരളിയങ്കിൾ പറഞ്ഞത്. ആദ്യമേ പറയട്ടെ, ഈ മാഡം വിളി നമുക്ക് ഒഴിവാക്കാം. എന്നെ ചേച്ചിന്ന് വിളിച്ചോളൂ. ബുദ്ധിമുട്ടുണ്ടോ? എന്ത് ബുദ്ധിമുട്ട്? കുറച്ചുകൂടി ഓപ്പൺ ആവാൻ ചേച്ചിന്ന് വിളിക്കുന്ന തന്നെയാ നല്ലത്. ഇനി പറയൂ, അപ്പു എന്തിനാ എന്നെ അന്വേഷിച്ചു വന്നത്? എന്റെ ഫാദറുമായി സംസാരിച്ചിരുന്നു അല്ലേ? ഓ, എന്താ പ്രശ്നമായോ? ഏയ്, ഒരു പ്രശ്നമില്ല. പ്രശ്നമായില്ലെന്ന് മാത്രമല്ല, ബിപിയുടെ മനസ്സിൽ ബിപി എന്നാ ഞാൻ ചെറുതലെ മുതൽ എന്റെ അച്ഛനെ വിളിക്കുന്നത്. അതിലെന്താ കുഴപ്പം? അമ്മ വിളിക്കുന്നതായിട്ട് ശീലിച്ചതാവൂല്ലേ? എക്സാക്ട്ലി. മുതിർന്നപ്പോ തിരുത്താൻ ഒരു ശ്രമം ഉണ്ടായി. പക്ഷേ ബിപി തന്നെ പറഞ്ഞത് ഞാൻ അങ്ങനെ വിളിക്കുന്നതാ ബിപിക്ക് ഇഷ്ടം. പിന്നെ അതങ്ങ് ശീലമായി. ഓക്കെ, ദാറ്റ്സ് ഗുഡ്. ഇപ്പോഴത്തെ ജനറേഷൻ കുറച്ചുകൂടെ ഫ്രണ്ട്ലിയാ. പണ്ട് നമ്മൾ കളിയാക്കി പറയുമല്ലോ, സ്നേഹം കൂടുമ്പോ ആരും അച്ഛനെ അളിയാന്ന് വിളിക്കാറില്ല എന്ന്. ഇപ്പോഴത്തെ കുട്ടികൾ അതിനും മടിക്കില്ല. അപ്പൊ നമ്മളെന്താ പറഞ്ഞു വന്നത്? വിപി സാറ് ഞാനുമായി സംസാരിച്ച കാര്യം. എന്നിട്ട് ഞാനൊരു ട്രാൻസ്പേഴ്സൺ ആണെന്ന് അറിഞ്ഞ ആ നിമിഷം മുതൽ ബിപി ആ വീട്ടിൽ ആകെ ടെററായിരുന്നു. അതിനെ തുടർന്ന് ഒരു ചെയിൻ ഓഫ് ഇൻസിഡൻസ് തന്നെ ആ വീട്ടിൽ നടന്നു. കുറച്ചൊക്കെ എനിക്ക് അറിയാവുന്ന കൂട്ടിക്കോളൂ. കുടിക്കേ, ജ്യൂസ് കുടിക്കേ. മുരളി സാർ നേരത്തെ അപ്പുവിനെ കുറിച്ച് എന്നോട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എപ്പോഴെങ്കിലും ഒന്ന് കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയും ചെയ്തു. പക്ഷെ അപ്പുവിനെ മുമ്പ് വിപി സാറിനെ കാണാൻ പറ്റിയത്. ദാ ഇപ്പൊ അപ്പുവിനെ. എനിക്കിങ്ങനെ ഒരു കുഴപ്പമുണ്ട് കേട്ടോ. ആവേശമൊത്ത് പറഞ്ഞതിന്റെ ഇടയിൽ കയറും. ഡോണ്ട് ഫീൽ ബാഡ്. ഇറ്റ്സ് ഓൾ റൈറ്റ്. നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാ വീടുകളിലും നടക്കുന്നത് പോലെ തന്നെ എന്റെ വീട്ടിലും ഒരുപാട് കലഹങ്ങൾ നടന്നു വെച്ചു. ഒടുവിൽ വിപി എന്നെ കൊല്ലുമെന്ന് ഭയന്ന് അമ്മ എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ടുകൂടിയുണ്ട്. അത് കഴിഞ്ഞ് വിപി മെന്റലി ബ്രേക്ക് ഡൗൺ ആവുന്നു, ഹോസ്പിറ്റലൈസ്ഡ് ആവുന്നു. അങ്ങനെ ഒരുപാട് ഇഷ്യൂസ്. അത് കഴിഞ്ഞ് ഒരു ഉറക്കത്തേന്ന് ഉണർന്ന പോലെയായിരുന്നു വിപിയുടെ സ്വഭാവം. പാർഷ്യൽ മെമ്മറി ലോസും ഉണ്ടായി. അതൊക്കെ കഴിഞ്ഞ് ഞാനൊരു ട്രാൻസ്പേഴ്സൺ ആണെന്ന് വിപി മറന്നു. പിന്നീട് അച്ഛൻ്റെ ഒരു ഫ്രണ്ട് ഡെയ്സി ആൻറ്റിയാ വിപി അത് ഓർമ്മപ്പെടുത്തിയത്. വിപി പതുക്കെ റിയാലിറ്റിയുമായി പൊരുത്തപ്പെട്ടു. എങ്കിലും അത് പൂർണ്ണ മനസ്സോടെ ആയിരുന്നില്ല. പക്ഷെ എന്റെ പ്രപ്പോസൽ ഉറപ്പിച്ചു കഴിഞ്ഞ് വിപി നേരെ മുരളിയങ്കിളിനെ കാണാൻ വന്നു. ബാക്കി കഥ എനിക്കറിയാം. അപ്പൊ അവിടെ വെച്ച് മുരളി സാറ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഞാനും വിപി സാറുമായിട്ട് സംസാരിക്കുന്നു. അത് കഴിഞ്ഞിട്ടുള്ള പോർഷനിൽ എന്ത് ഡെവലപ്മെന്റ് ആണ് നടന്നത്? അത് പറയൂ. ചേച്ചിയുമായി സംസാരിച്ച ശേഷം വിപിയിലെ കാര്യമായൊരു ചേഞ്ച്. ഒരുപക്ഷെ എന്നെ അമ്മയൊക്കെ വളരെയധികം അത്ഭുതപ്പെടുത്തിയ ഒരു മാറ്റം. ചുരുങ്ങിയ സമയം കൊണ്ട്
ചേച്ചിക്ക് അതെങ്ങനെ സാധിച്ചു? ആ, അതൊരു മഹാത്ഭുതമൊന്നുമല്ല. അങ്ങനെ പെട്ടെന്ന് ഒരാളെ മാറ്റിയെടുക്കാനുള്ള മാജിക് ഒന്നും എനിക്കറിയില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അപ്പുവിന്റെ അച്ഛന് അപ്പുവിനോടുള്ള ഇഷ്ടക്കുറവല്ല. ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ ആ മനുഷ്യൻ ആശങ്കപ്പെട്ടത് അപ്പുവിന്റെ ഭാവി ഓർത്തായിരുന്നു. ഓഫ് കോഴ്സ്, പിന്നെ സോഷ്യൽ സ്റ്റാറ്റസും സൊസൈറ്റിയിൽ നിന്നുണ്ടാവുന്ന നാണക്കേടുമൊക്കെ അദ്ദേഹത്തെ ഒലിച്ചിട്ടുണ്ടാവാം. പക്ഷെ മെയിൻ പ്രോബ്ലം അപ്പുവിനെ കുറിച്ചുള്ള ആശങ്കയായിരുന്നു. അതൊരു പരിധിവരെ ആ മനസ്സിൽ നിന്ന് എടുത്തുകളയാൻ എനിക്ക് പറ്റി. അതാവും അത്ര പെട്ടെന്ന് VP സാറിൽ ഒരു ചേഞ്ച് കാണാൻ ഇടയായത് എന്നാണ് എന്റെ വിശ്വാസം. ബേസിക്കലി എന്റെ അച്ഛനൊരു മോട്ടിവേറ്ററാ. സ്ട്രെസ് മാനേജ്മെന്റിൽ അത്യാവശ്യം കഴിവ് തെളിയിച്ചിട്ടുള്ള ആളുമാണ്. ഓ, സാധാരണഗതിയിൽ ഇത്തരം സിറ്റുവേഷനുമായിട്ട് ആദ്യം പൊരുത്തപ്പെടേണ്ട ആളുമായിരുന്നു. അങ്ങനെ ആയിക്കൊള്ളണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോ മോട്ടിവേഷനും സ്ട്രെസ് മാനേജ്മെന്റും ഒക്കെ എപ്പോഴും സ്വന്തം ജീവിതത്തിൽ വർക്കൗട്ട് ആയിക്കൊള്ളണമെന്നില്ല. വിശേഷിച്ചും VP സാറിനെ പോലെ ലവിങ് ഫാദറിനെ. ഒരു ഫാമിലിയിൽ ഒരു ട്രാൻസ്പേഴ്സൺ ഉണ്ടെന്ന് അറിയുമ്പോൾ മറ്റു മെമ്പേഴ്സിനെ എല്ലാം അത് വളരെ പ്രതികൂലമായി ബാധിക്കാറുണ്ട്. എല്ലാ കുടുംബങ്ങളിലും ആ വ്യക്തിയുമായി റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന എല്ലാ ആൾക്കാരിലേക്കും അത് വളരെ വേഗം പടരും. വിശേഷിച്ചും നമ്മുടെ അച്ഛനമ്മമാരിലേക്കും. കാരണം എന്തോന്നറിയോ? നമ്മളെക്കുറിച്ചുള്ള ഏറ്റവും വലിയ കൺസേൺ അവർക്കായിരിക്കും. അതുകൊണ്ട് സ്വാഭാവികമായും ഏറ്റവും കൂടുതൽ വയലൻസും നമ്മൾ അവരിൽ നിന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. അതിന് ഞാൻ ഒരിക്കലും അവരെ കുറ്റം പറയില്ല. അങ്ങനെ വെറുത്തും സ്നേഹിച്ചും ഈ രണ്ടു കൂട്ടരുടെ മനസ്സും ഒടുവിൽ ഒരു സാച്ചുറേഷൻ പോയിന്റിലെത്തും. അങ്ങനെ എത്തണം. അവിടെയാണ് ഇനി ഇവർക്ക് എന്ത് സംഭവിക്കുമെന്നുള്ള ആശങ്ക അവരിൽ ഉണ്ടാവുന്നത്. ആ ആശങ്ക കൃത്യമായി പരിഹരിക്കാൻ സാധിച്ചാൽ നമ്മളെ പഴയതുപോലെ വീണ്ടും അവർക്ക് സ്നേഹിക്കാൻ സാധിക്കും. പഴയ അപ്പൂനെ എന്ന പോലെ ഈ പുതിയ അപ്പൂനെയും VP സാർ ഇപ്പൊ സ്നേഹിച്ചു തുടങ്ങുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. വളരെ ശരിയാത്. എനിക്ക് അത് വല്ലാതെ ഫീൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതിന് ചേച്ചി നേരിട്ട് കണ്ടൊരു നന്ദി പറയാനാ ഞാൻ വന്നത്. നന്ദിയോ? എന്നോടോ? അതിന്റെ ഒന്നും ആവശ്യമില്ല. ഒരു കാലത്ത് ഞാനും ഇതൊക്കെ അനുഭവിച്ചതാ. അന്നെന്റെ വീട്ടുകാരെ പറഞ്ഞു തിരുത്താൻ ഇങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോഴൊക്കെ ഞാൻ മനസ്സുകൊണ്ടെടുത്ത തീരുമാനമായിരുന്നത്. ചേച്ചി കൗൺസിലിംഗ് നടത്താറുണ്ടോ? കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുന്നതിനെയും ഒരാളുടെ ആത്മവിശ്വാസം വളർത്തുന്നതിനെയും കൗൺസിലിംഗ് എന്നാണ് പറയുന്നതെങ്കിൽ യെസ്, അത്യാവശ്യം ആ പരിപാടിയുണ്ട്. അതൊക്കെ പോട്ടെ, എന്തായി കല്യാണം? ഡേറ്റ് ഫിക്സ് ചെയ്തോ? ഇല്ലേച്ചി, ഇപ്പോ ഒരു എൻഗേജ്മെന്റ് പോലെ നടത്തുന്നേ ഉള്ളൂ. മാരേജൊക്കെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് മതിയെന്നാ ഞങ്ങളുടെ തീരുമാനം. വെരി ഗുഡ്. അതാണ് അതിന്റെ ഏറ്റവും ഉചിതമായ രീതിയും. എന്തായാലും പറ്റുമെങ്കിൽ എൻഗേജ്മെന്റിന് മുമ്പ് ആ കുട്ടിയുമായി ഞങ്ങളുടെ ഓഫീസിലേക്ക് വാ. അവിടെ ദക്ഷയോ ഞാനോ കാണും. ദക്ഷേച്ചി എനിക്കറിയാം. ഓ, അത് ശരി. ചേച്ചി എന്റെ അടുത്ത് അല്പം പിണക്കത്തിലായിരിക്കും. എന്തിന്? ചേച്ചിയുടെ സംരക്ഷണയിലായിരുന്നു കുറച്ചുനാൾ ഞാൻ. പിന്നെ ആരോടും പറയാതെ അവിടെ നിന്ന് പോന്നതാ. അതൊക്കെ ജീവിതത്തിന്റെ ഒരു പാട്ടാണ് അപ്പോ. അതിൽ ആരും ആരോടും പിണങ്ങാറില്ല. വിശേഷിച്ച് ദക്ഷയെ പോലൊരാൾ. എക്സ്ക്യൂസ് മീ അപ്പു, ഞാനൊരല്പം ധൃതിയില്ല. എന്റെ ഫോൺ നമ്പർ അപ്പുവിന്റെ കയ്യിലുണ്ടല്ലോ. നമുക്ക് ഇനിയും കാണണം. ശരി ചേച്ചി. ഇടയ്ക്ക് വിളിക്കണം കേട്ടോ. തിരക്കായതുകൊണ്ടാണേ പകുതിയിൽ ഇങ്ങനെ നിർത്തിയിട്ട് പോകുന്നത്. ഒരു ഹോസ്പിറ്റൽ കേസ്, അവര് പുറത്ത് വെയിറ്റ് ചെയ്യോ. ശരി ചേച്ചി, പോയിട്ടോ. ഓക്കെ, എന്നെ വിളിക്കണം കേട്ടോ. ഓക്കെ. ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് തനിക്ക് എത്രയും പെട്ടെന്ന് ഹോസ്റ്റലിൽ എത്തണമെന്ന് പറഞ്ഞിട്ടാണോ ഇങ്ങനെ? ഓ, ഒരു കോഫി കുടിച്ചിട്ട് ഒന്ന് റിഫ്രഷ് ആയിട്ട് ഷോപ്പിങ്ങിന് പോവാന്ന് വെച്ചു. വിരോധമൊന്നുമില്ലല്ലോ? വിരോധമൊന്നുമില്ല, വേഗം വേണം. എങ്ങോട്ടാ പോണ്ടോ? നമ്മള് സ്ഥിരം പോകുന്നിടത്ത് തന്നെ പോ. എന്നവാ ജോബിൻ,
ഹലോ ഡോക്ടർ. ഹായ് അപ്പു. അപ്പു തനിച്ചാണോ വന്നത്? അല്ല, ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഇപ്പോൾ കണ്ടിറങ്ങിയതേ ഉള്ളൂ. അപ്പോൾ ഇത് ഡോക്ടർ അലീന. ഞങ്ങൾ ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നത്. ഹലോ ഡോക്ടർ. അലീന, ഇത് അപ്പു. അപ്പു മാളുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാ. ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുമ്പോ ബെസ്റ്റ് ബോയ് ഫ്രണ്ട് ആണോ അതോ ഗേൾ ഫ്രണ്ടോ? സംശയിക്കണ്ട, ബെസ്റ്റ് ബോയ് ഫ്രണ്ട് തന്നെയാ. എനിക്ക് മനസ്സിലായി. അപ്പൊ മാളുവിന്റെ ബോയ് ഫ്രണ്ടിനെ ഞങ്ങൾക്കൊപ്പം കോഫി കുടിക്കാൻ ഡോക്ടർ ജോബിന്റെ ബെസ്റ്റ് ഗേൾ ഫ്രണ്ടായ ഞാൻ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. വിരോധമൊന്നുമില്ലല്ലോ? സോറി, നിങ്ങൾ ചെന്നോളൂ. ഞാനിപ്പോൾ ജ്യൂസ് കുടിച്ചതേ ഉള്ളൂ. എന്നാലും ഒരു കോഫി കുടിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ടാവും. കമോൺ അപ്പു. നോ താങ്ക്സ്, വേണ്ടാഞ്ഞിട്ടാ. പിന്നെ എന്തൊക്കെയാ മാളുവിന്റെ വിശേഷങ്ങൾ? വിളിച്ചിരുന്നു അവള്? യെസ്, കുറച്ചു മുമ്പ് കൂടി വിളിച്ചിരുന്നു. ഈ വീക്കിൽ എത്തുമെന്നാ പറഞ്ഞത്. അപ്പുവിനെ വിളിക്കാറില്ലേ? ഇന്നലെ വിളിച്ചിരുന്നു. എന്നോടും അങ്ങനെ തന്നെ പറഞ്ഞു. അപ്പുവിൻ്റെ എൻഗേജ്മെന്റ് ഫിക്സ് ചെയ്ത കാര്യം അറിഞ്ഞ് ആകെ ത്രില്ലില്ല മാളു. മാള് മാത്രമല്ല, മമ്മിയും. ആന്റിയും ഡോക്ടറും ക്ഷണിക്കാൻ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. അത് വേണോ? വരുന്നതിൽ സന്തോഷമേ ഉള്ളൂ. പക്ഷേ ഫോർമാലിറ്റി ഒന്നും വേണ്ട. ഇനിയിപ്പോൾ ആരും ക്ഷണിച്ചില്ലെങ്കിലും ഞങ്ങൾ ഹാജരായിക്കോളാം. ഏയ് ജോബിൻ, കം ഓൺ ഡിയർ, ഇറ്റ്സ് ഗെറ്റിംഗ് ലേറ്റ്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഷോപ്പിങ്ങിന് പോകണ്ടേ? എന്നാ പിന്നെ ഞാൻ പോയിക്കോട്ടെ ഡോക്ടർ. നിങ്ങളുടെ സമയം കളയണ്ട, നടക്കട്ടെ. ബൈ ഡോക്ടർ. ആ അപ്പോ കണ്ടതിൽ സന്തോഷം. അതെ, ഡോക്ടർ ഇങ്ങനെ ഒരു സുന്ദരിയുമായി ചുറ്റി നടക്കുന്ന കാര്യം ഫ്രണ്ടിനോടൊന്നും പറഞ്ഞേക്കല്ലേ. പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഡോക്ടറിന്റെ മിസ്സസിന്റെ മമ്മിക്കൊക്കെ എന്നെ നല്ലപോലെ അറിയാം കേട്ടോ. ഡോക്ടർക്ക് അങ്ങനെ ഒരു പേടി വേണ്ട. മാളൂന് അവളുടെ ഹസ്ബൻഡിനെ നല്ല വിശ്വാസം. അയ്യോ, ഡോണ്ട് ടേക്ക് ഇറ്റ് സീരിയസ്. ഐ വാസ് ജസ്റ്റ് ജോക്കിംഗ്. ഞാനും ഇതൊക്കെ തമാശയായിട്ട് എടുത്തിട്ടേ ഉള്ളൂ. പോട്ടെ. താൻ എന്ത് പണിയാണോ ഈ കാണിച്ചത്? ഞാൻ എന്ത് കാണിച്ചെന്നാ? ആ കുട്ടി വളരെ ഹാപ്പി ആയിട്ടല്ലേ പോയത്? അത് തനിക്ക് തോന്നുന്നത്. അപ്പു ശരിക്കും ഇൻസൾട്ടഡ് ആയാ പോയത്. ഇൻസൾട്ട് ചെയ്തെന്നോ? അതിന് ഞാൻ അതിനോടൊന്നും പറഞ്ഞില്ലല്ലോ. പറഞ്ഞില്ലേ? പിന്നെന്തിനായിരുന്നു അപ്പുവിന്റെ മുന്നിൽ വെച്ചൊരു തോളിൽ ചാരലും അസഹിഷ്ണുതയും? പോരാത്തതിനൊരു വാർണിംഗും. ഒന്നും മാളവിനോട് പറയരുതെന്ന്. അപ്പു ഇനി ഇത് എങ്ങനെയാണോ എടുത്തിരിക്കുക? ആകെ നാണക്കേടായി. ഏയ് ജോബിൻ, ഞാനൊരു തമാശ. എന്ത് തമാശ? ഇതാണോ തമാശ? ദിസ് ഇസ് ടു മച്ച് അലീന. ഭയങ്കര ബോറായി പോയി താനീ കാണിച്ചത്. ജോബിൻ, ജോബിൻ, ഏയ് ജോബിൻ, ഏയ് ഡൂഡ്, വാട്ട് ഹാപ്പൻ ടു യു? ആ കുട്ടിയെ കണ്ടെന്ന് കരുതി എന്താ പ്രോബ്ലം? നീ ഇത്രയ്ക്ക് കവേർഡാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഒന്ന് മിണ്ടാതിരിക്കുക അലീന. തനിക്കറിയില്ല അപ്പുവും മാളും തമ്മിലുള്ള റിലേഷൻ. സോ വാട്ട്? അവര് തമ്മിൽ നല്ല ഫ്രണ്ട്സ് ആണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് എന്താ പ്രോബ്ലം? മാളുവിനെ പോലെ നിനക്ക് വേറെ ഫ്രണ്ട്ഷിപ്പ് പാടില്ലെന്നുണ്ടോ? പോരാത്തതിന് ഞാനും നീ നല്ല ഫ്രണ്ട്സ് ആണെന്ന് മാളുവിനും നിന്റെ മമ്മിക്കൊക്കെ അറിയാലോ. ഒക്കെ അറിയാം, പക്ഷേ നീ ഉദ്ദേശിക്കുന്ന പോലെ ആളല്ല അപ്പു. അത് ശരിയാ. മാളുവിന്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞപ്പോ ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു കുട്ടിയല്ല ഉദ്ദേശിച്ചത്. അപ്പു ഇപ്പൊ ആൺകുട്ടിയാണെന്നല്ലേ പറഞ്ഞത്? അപ്പൊ മാളുവിന് ഇതുപോലുള്ള ബോയ് ഫ്രണ്ട് ഒക്കെ ആവാം. അപ്പൊ നിനക്ക് ഇതുപോലൊരു ഗേൾ ഫ്രണ്ട് ആവുന്നതിൽ എന്താ പ്രോബ്ലം? അലീന, താൻ വെറുതെ കാര്യങ്ങൾ മനസ്സിലാക്കാതെ സംസാരിക്കരുത്. ഹലോ മാഷേ, ഇപ്പൊ എന്താ നിന്റെ പ്രോബ്ലം? എന്നെ നിന്നെ ഇവിടെ വെച്ച് കണ്ടത് ആ കുട്ടി പോയി നിന്റെ പെമ്പർ നോത്തിയോട് പറഞ്ഞു കൊടുക്കുന്നുള്ള പേടിയാണോ? അത്യാവശ്യം ഡീസന്റ് ആയിട്ടുള്ള കക്ഷികള് ഇതൊക്കെ വലിയ സംഭവമാക്കി ഉടനെ ഫോൺ എടുത്ത് വെച്ച് വിളിക്കാൻ പറയൊന്നുമില്ല. അങ്ങനെ കൊതിയും നുണയും പറയുന്ന ടൈപ്പാണ് ഇപ്പൊ കണ്ട ആളെങ്കിൽ ആയിക്കോട്ടെ. അതിന് നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? നമ്മൾ അതിന് ഹോട്ടൽ മുറിയിൽ വെച്ചൊന്നും അല്ലല്ലോ കണ്ടത്, ഒരു ഓപ്പൺ സ്പേസിലല്ലേ. ഒരു കപ്പ് ചായ കുടിച്ച് പിരിയുന്ന എത്രയോ സൗഹൃദങ്ങളുണ്ട്. അലീന, നിനക്കിതൊക്കെ പറയാം. കാരണം അപ്പുവും മാളും തമ്മിലുള്ള സൗഹൃദത്തിന്റെ ബോണ്ടേജ് നിനക്കറിയില്ല. അതിന്റെ സ്ട്രെങ്ത് എങ്ങനെയുള്ളതാണെന്ന് തനിക്കറിയില്ല. അപ്പു ഉടനെ ചാടിക്കേറി ഇതൊക്കെ അറിയിക്കുമെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ അപ്പുവിന്റെ മുന്നിൽ നിന്നപ്പോൾ പോലും എന്തോ
വലിയൊരു കള്ളം പിടിക്കപ്പെട്ട പോലെ തോന്നിയത്. കള്ളം പിടിക്കപ്പെട്ടെന്നോ? നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? പിന്നെ ഞാൻ എങ്ങനെയാ പറയേണ്ടത്? ഓഫ് ഡ്യൂട്ടി സമയത്ത് ഈ കറക്കവും ഷോപ്പിംഗും ഒക്കെ ഒഴിവാക്കണമെന്ന് ഞാൻ പറഞ്ഞല്ലേ. ഇന്നലെ നിർബന്ധിച്ചതുകൊണ്ട് ഒരു സിനിമയ്ക്ക് പോയി. അത് കഴിഞ്ഞ് ഇന്നതേ ഷോപ്പിംഗ് എന്നും പറഞ്ഞ് ഒരുമിച്ചിറങ്ങിയിരിക്കുന്നു. അല്ല മാഷെ, എനിക്കൊരു സംശയം. ഡോക്ടർ ജോബിനും അയാളുടെ വീട്ടുകാരും പിന്നെ അയാളുടെ മിസ്സസും ഒക്കെ 19ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിലാണോ ജീവിക്കുന്നത്? ഡോക്ടറെ, താൻ വെറുതെ ഈ സിറ്റിയിലൊന്ന് ഇറങ്ങി നടക്ക്. 18ഉം 19ഉം വയസ്സുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ തോളില് കൈയിട്ട് ഒരാളെയും പേടിക്കാതെ ചുമ്മാ കറങ്ങി നടക്കുന്ന കാണാം. യങ്സ്റ്റേഴ്സിന്റെ കാര്യം പോട്ടെ, നിങ്ങളെപ്പോലുള്ള വിവാഹിതരായ ആൾക്കാരും അവരുടെ യൗവനം മാക്സിമം ആസ്വദിക്കുന്നുണ്ട്. ഒപ്പം ജോലി ചെയ്യുന്ന ആളുടെ കൂടെ ഒരു ഷോപ്പിങ്ങിന് പോയാ, ഒരു സിനിമയ്ക്ക് പോയാ, ഒരു കാപ്പി കുടിച്ചാ അവിടെ തീരുന്നതാണ് തന്റെ വിശ്വാസ്യതയെങ്കിൽ പോവാൻ പറയണമെന്നേ. അല്ല പിന്നെ. അലീന പ്ലീസ്, നിനക്ക് എന്തു ആവാം, എന്തും പറയാം. പക്ഷേ അതുപോലെയല്ല ബാക്കിയുള്ളൊരു ബന്ധങ്ങളെ കാണുന്നത്. ഇതൊരു വല്ലാത്ത രീതി തന്നെ. ഭാര്യയുടെ കണ്ണിപ്പെട്ടാ പിന്നെയും പറയായിരുന്നു. ഇതെന്താ ഭാര്യയുടെ ഒരു ഫ്രണ്ട്, അതും ഒരു ട്രാൻസ്ജെൻഡർ. കഷ്ടം തന്നെ ജോബിൻ. നീ ആ പഴയ സ്ഥലത്ത് തന്നെയാ, ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോയിട്ടില്ല. അലീന പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ്. അതെ, നിർത്തുവാ, ഇവിടെ നിർത്തുവാ. നീയുമായിട്ട് കൂട്ടുകൂടാൻ കൊള്ളത്തില്ലെന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചോണ്ടിരിക്കുക. സോറി, ഇനി ഒരിക്കലും ഞാൻ കാപ്പിക്കോ മൂവിക്കോ ഷോപ്പിങ്ങിനോ ഒന്നും വിളിക്കില്ല. എന്നെ ഒന്ന് ദയവിത് ഹോസ്റ്റലിലാക്കാവോ പ്ലീസ്? അലീന ഇന്നെന്തായാലും. അയ്യോ വേണ്ട, എന്നെ ഒന്ന് ഹോസ്റ്റലിൽ വിട്ടാ മതി.